ഇത് ബീഫ് എന്തായിരുന്നു? ബീഫ് ചില്ലി, നാടൻ ചില്ലി. ബീഫ് ഒലത്ത് കേട്ടോ, പെപ്പർ ഒലത്തിയതാണ് ഇത്. പിന്നെ ലഗോൺ ചിക്കൻ വരട്ട്, സ്പ്രിങ് ചിക്കന്, പിന്നെ ബീഫ് ഒലത്ത്, ചിക്കൻ കടായി, പിന്നെ ബീഫ് ചില്ലി. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇൻഫോർമലുവിൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാലിക്കുത്ത് റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ടാണ്. കാലിക്കുത്ത് റെസ്റ്റോറൻറ്റിൽ നല്ല ലഗോൺ വരട്ട്, പിന്നെ ബദാം ചിക്കന്, ഒരുപാട് ഐറ്റംസുകളുണ്ട്. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നമ്മളൊരു വീക്കെൻഡൊക്കെ ആവുന്ന സമയത്ത് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കാലിക്കുത്തിലേക്ക് വന്നാൽ മതി. കാലിക്കുത്തിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഐറ്റംസുകൾ കിട്ടും, നല്ല ബീഫ് ഫ്രൈയും ബീഫ് വരട്ടും ബീഫ് ഒലത്തിയതും ഒക്കെ നല്ല റീസണബിൾ പ്രൈസിന് കിട്ടുമെന്നാണ് കേട്ടത്. നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഇവരിവിടെ സാധനം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബീഫ് എന്തായിരുന്നു? ബീഫ് ചില്ലി, നാടൻ ചില്ലി. ബീഫ് നാടൻ പൊടിച്ചില്ലിയാണ് കേട്ടോ. സാധനങ്ങൾക്ക് കണ്ടിട്ട് തന്നെ കഴിക്കാൻ നോക്കുന്ന സാധനം. ഇത് എന്താ? ഇത് ബീഫ് പെപ്പർ ഒലത്തിയത്. പെപ്പർ ഒലത്തിയതാ? ബീഫ് ഒലത്ത് കേട്ടോ, പെപ്പർ ഒലത്തിയതാണ് ഇത്. ഈ ബീഫ് ഒലർത്ത് നമ്മളെ കാലിക്കുത്തിലെ പുതിയ ഒരു ഐറ്റമാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു സാധനമാണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടോ. അല്ല, ഇത് ബീഫ് വരട്ട്. ബീഫ് വരട്ട് ഇത് തേങ്ങ വറുത്തരച്ചിട്ട് ചെറിയ രീതിയിൽ, അതായത് ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാവില്ല. ഇത് നോർമലായിട്ട് കോഴിക്കോട് ചെയ്യുന്നതല്ല. ഇതൊരു പാരഗൺ അങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത്. തേങ്ങ ചെറുതായിട്ട് വറുത്തരച്ച് ചെയ്യുന്നൊരു സ്പെഷ്യൽ ബീഫ് വരട്ടിയ സാധനമാണ്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അഭിപ്രായം കിട്ടിയൊരു സംഭവമാണ്. കുറേ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് ആൾക്കാരെ നിന്നൊക്കെ പൊരിച്ചവത്തിരിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്ന സാധനമാണ്. നമ്മുടെ സ്പെഷ്യൽ ഐറ്റാണ്. ഇവരെ സ്പെഷ്യൽ ഐറ്റാണ് കേട്ടോ അത്. ഇത് ലഗോൺ ബിരിയാണിയാണ്. ഇതും നമ്മളുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ്. പക്ഷേ ഇപ്പോൾ സംഭവം കഴിഞ്ഞ ഏകദേശം ഈ ഒരു സമയമാകുമ്പോഴേക്കും സാധനം കഴിയാറുണ്ട്. ഇത് ബദാം ചിക്കനാ? ഇത് ബദാം ചിക്കൻ. അതായത് ബദാമൊക്കെ അരയ്ക്കുന്ന ഒരു ക്രീമി, ഓവർ എരിവില്ലാത്ത ഒരു മസാലേൻ്റെ കുത്തും കാര്യങ്ങളൊക്കെ കുറഞ്ഞ ഒരു സ്പെഷ്യൽ സംഭവമാണ്. അത് ചപ്പാത്തി പൊറോട്ടേൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ച് ആവുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇവിടെ അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഐറ്റംസുകളല്ലേ, ഒന്ന് രണ്ട് ഐറ്റം അല്ല കേട്ടോ, ഒരുപാട് ഐറ്റംസുകൾ. നമ്മൾ വിചാരിക്കും ഈ ചെറിയ തട്ടുകടയിൽ മാത്രം അധികം ഐറ്റംസുകൾ ഉണ്ടാവുള്ളൂ എന്ന്. ഇത് എനിക്ക് തോന്നുന്നു ഒരു നോൺ വെജിൻ്റെ ഒരു കലവറ തന്നെ ഉണ്ട് ഇവിടെ. ചിക്കൻ കടായി. കടായില്ലേ? ഓക്കെ, കടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ കടായിയാണ് ഇത്. എല്ലാ സ്ഥലത്തും കാണുന്നൊരു സംഭവമല്ല, ലഗോൺ ചിക്കൻ വെച്ചിട്ടുള്ള വരട്ട്. ഇതങ്ങനെ സാധാരണ എല്ലായിടത്തും ബ്രോയിലറിൻ്റെ ഒരു സംഭവം എനിക്ക് കിട്ടും. എല്ലാവർക്കും ബ്രോയിലർ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാർ. ബ്രോയിലറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 40 ദിവസത്തെ കോഴി എന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള ഒരു മുട്ടക്കോഴി, അതിൻ്റേതായിട്ട് ഒരു നാടനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പക്ഷേ ബ്രോയിലറിന് ഉണ്ടാവില്ല. അപ്പോൾ ബ്രോയിലർ കഴിക്കാത്ത ഒരുപാട് ആൾക്കാർ പ്രിഫർ സാധനമാണ് ലഗോൺ. അതിൻ്റെ കറിക്ക് വരെ ഫ്ലേവർ ഉണ്ടാവും, ഒരു ചിക്കൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫാൻസ് നമുക്കുണ്ട്. ഈ ലഗോൺ ചിക്കന് നമുക്കിവിടെ ഫാൻസ് തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ ലഗോൺ ചിക്കൻ്റെ വരട്ട് അധികം സ്ഥലത്തും കാണും. വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം ലഗോൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ചിക്കൻ പെപ്പർ, ചിക്കൻ കടായി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. നമ്മൾ മാക്സിമം ഇവിടെ ചൈനീസ് സാധനങ്ങളില്ല, എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന. അത് ആ സമയത്ത് ഒരു ഗ്രേവി മിക്സ് ചെയ്തിട്ട് വേവിച്ച് വെച്ച കോഴിയുടെ അല്ലെങ്കിൽ വേവിച്ച് വെച്ച ബീഫ് ഇടുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇന്നോസ് പ്രിപ്പയർ ചെയ്തിട്ട് അത് ആ മസാലയിൽ കിടന്ന് വെന്ത് അങ്ങനെ ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്തായാലും കറീൻ്റെ ടേസ്റ്റിലുണ്ടാവും. ടേസ്റ്റിൽ എന്തായാലും ഉണ്ടാവും. ചൈനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു ഗ്രേവി മിക്സ് ചെയ്തു, നമ്മൾ വേറെ ചിക്കൻ അപ്പുറത്തിടുന്നു, അത് രണ്ടും കൂടി ആ സമയത്ത് ഒരു മിക്സ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള സംഭവമല്ലേ. പക്ഷേ ഇതല്ല, ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അത് ചെമ്പിൽ കിടന്ന് വേവുന്നതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ട്. അത് സ്പ്രിങ് ആണ്. സ്പ്രിങ് എല്ലായിടത്തും കാണാൻ ചെറിയ സ്പ്രിങ് അല്ല, അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കുറച്ച് വലിപ്പം വരുന്ന സ്പ്രിങ്ങിൻ്റെ ഒരു ഹാഫ് പോർഷനാണ്. അതായത് ഒരു 700-800 ആ ഒരു റേഞ്ചിൽ വെയിറ്റ് വരുന്ന സ്പ്രിങ്ങിൻ്റെ ഹാഫ് പോർഷനാണ്. ഓക്കെ, ഇത് സ്പ്രിങ് ചിക്കനാണ് കേട്ടോ. നമ്മൾ രാത്രിയൊക്കെ നെയ്ച്ചോറ്, അത് റൈസ് എല്ലായിടത്തും കിട്ടുന്നൊരു സംഭവമല്ല രാത്രി. അപ്പോൾ ഇത് കുറഞ്ഞ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. നോർമലായിട്ടുള്ള ഹോട്ടലുകളിലൊക്കെ പൊറോട്ട, ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. റൈസ് ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ അതിന് നമ്മളൊരു ഇതായിട്ട് വെക്കുന്നതാണ് റൈസ് ആവശ്യമുള്ള ആൾക്കാർക്ക് റൈസിൻ്റെ അതിൻ്റെ കൂടെ പെപ്പർ ചിക്കൻ, ബീഫ് വരട്ടിയത്, പിന്നെ ഫിഷ് മാംഗോ കറി, അത് പെപ്പർ ചിക്കനാണ്. പെപ്പർ ചിക്കനും ഞാൻ പറഞ്ഞു നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ്, അല്ലാണ്ട് ചൈനീസ് മിക്സ് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒരു മിക്സിങ് അല്ല. അത് പാൽക്കപ്പയാണ്. തേങ്ങാപ്പാലിൽ വേവിക്കുന്ന കപ്പ. അത്യാവശ്യം കാന്താരി മുളകും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുന്ന സാധനമാണ്. അത്യാവശ്യം സ്പൈസ് ഉണ്ടാവും. ഓവർ സ്പൈസി അല്ല, ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും. അത് ചെമ്മീൻ്റെ കൂടെ ബീഫ് വരട്ടേൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ച് ആവുന്ന സാധനം. അത് ചെമ്മീൻ മസാല ഇതിൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും പൊരിച്ചത്തിൻ്റെ കൂടെ ഒക്കെ മാച്ച് ആവുന്നത്. അറേബ്യൻ നമ്മൾ മെയിനായിട്ട് അൽഫാം, പെരി പെരി, പെപ്പർ, ഹണി ചില്ലി, മലായി, അങ്ങനെ ഒരു 4-5 വെറൈറ്റികളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് മലായി. അതിൽ നമുക്കൊരു വരുന്നൊരു വെറൈറ്റി സാധനമാണ് മലായി. കാഷ്യൂ പേസ്റ്റ്, ക്രീം, ചീസ് ഇതൊക്കെ മിക്സ് ചെയ്ത് വരുന്നൊരു ക്രീം നോർമൽ അൽഫാമിൻ്റെ മുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്.
ഒരു ഓവർ എരിവൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലേ. ഓക്കെ, നമ്മൾ പറഞ്ഞപ്പോൾ എല്ലാ ഒരുവിധ ഐറ്റംസുകളൊക്കെ എത്തി. അതാണോ ബദാം ചിക്കന്, പിന്നെ ലഗോൺ ചിക്കൻ വരട്ട്, സ്പ്രിങ് ചിക്കന്, പിന്നെ ബീഫ് ഒലത്ത്, ചിക്കൻ കടായി, പിന്നെ ബീഫ് ചില്ലി, പുട്ട്, ഗീ റൈസ്, നല്ല ചൂട് പത്തിരി കേട്ടോ, ഭയങ്കര ചൂട് പത്തിരി, ലഗോൺ ചിക്കൻ വരട്ടാണ് കേട്ടോ അത്. അടിപൊളി കേട്ടോ, പത്തിരിയും ഈ ലഗോൺ ചിക്കൻ വരട്ടും അടിപൊളിയാട്ടോ, ഒന്നും പറയല്ല, അടിപൊളി സാധനം. ഇനി അടുത്ത ഐറ്റംസുകളുണ്ട്. നല്ല നൈസ് സാധനം കണ്ടോ, പത്തിരി കണ്ടോ, അടിപൊളി, നല്ല ചൂടുള്ളതുകൊണ്ട് അടിപൊളിയാണ് കഴിക്കാൻ കേട്ടോ, ഒന്നും പറയല്ല. ഓ, ബീഫ് ചില്ലിയാണ്. നമ്മൾ ആരിസ് കണ്ട് എൻ്റെ തൊട്ടടുത്ത് സാധനം കൊള്ളാം കേട്ടോ, നല്ല ചൂട് പത്തിരി ആയതുകൊണ്ട് ഇത് ബീഫ് ചില്ലി കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ നിങ്ങളെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടല്ലോ, ഇതാണ് അവരുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ലഗോൺ വരട്ട്, അത് കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. സ്ട്രോബെറി മിൽറ്റാണ്, സ്ട്രോബെറി പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, ലൈം ഉണ്ട്, അങ്ങനെ മൊഹിറ്റോസ് നമ്മുടെ അടുത്ത് കുറേ വെറൈറ്റികളുണ്ട്. ആണോ? സ്ട്രോബെറിയാണ് ഞാനിപ്പോൾ. ഓ, ഇത് സ്ട്രോബെറി മൊഹിറ്റോ ആണ്. നമ്മൾ പുതിയ ഇൻട്രസ്റ്റ് ആയിട്ടാണ് ചോക്കോ ചിക്കു എന്നാണ് പേര്. അത് ചോക്ലേറ്റ് ഐസ്ക്രീം ചിക്കു ഷേക്കാണ്. അത് ചോക്ലേറ്റിൻ്റെയും ചിക്കുവിൻ്റെയും ബ്ലെൻഡ് ആയിട്ടുള്ള ടേസ്റ്റാണ് വരുന്നത്. ആ ചോക്ലേറ്റ് ആഡ് ആയപ്പോൾ സാധാരണ ചിക്കൂൽ എല്ലാവരും ഹോർലിക്സ് ഒക്കെ ആഡ് ചെയ്യുക, ഹോർലിക്സ് ബൂസ്റ്റ്, പക്ഷേ ആ ചോക്ലേറ്റ് ആഡ് ആയ സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ വെറൈറ്റി ആയിട്ടാ അല്ലേ അവർ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനം കേട്ടോ. എത്രയാണ് വരുന്നത്? 70 റുപ്പീസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പത്തിരി ഉണ്ടല്ലോ, പത്തിരിയും നമ്മളെ ബീഫ് ചില്ലി, പിന്നെ മെയിനായിട്ട് പറയേണ്ട ലഗോൺ ചിക്കൻ വരട്ട്, അത് വേറെ എവിടെയും കിട്ടില്ല. ഈ സാധനം കഴിച്ചിട്ട് നാടൻ കോഴി തന്നെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ ഉണ്ട്. അപ്പോൾ ഈ പൊരിച്ച പത്തിരി നല്ല നൈസാണ്, അധികം കട്ടിയുമില്ല, നല്ല ചൂടുമുണ്ട്, അതും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കിയത് നമുക്ക് ഇവിടെ കഴിക്കാൻ വേണ്ടി തരുന്ന ആൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, ആരിസ്കയാണ്. അപ്പോൾ ആരിസ്ക പറഞ്ഞത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വലിയ മാങ്കാവാണ്. വലിയ മാങ്കാവ് ബി മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റിലെ ബിൽഡിംഗ് ആണ്. അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഉള്ള ബിൽഡിംഗ് ആണ് നമ്മുടെ ബിൽഡിംഗ് ആണ്. അതായത് ഇപ്പോൾ കോഴിക്കോട് ടൗണിൽ നിന്ന് വരികയാണെങ്കിൽ വലിയ മാങ്കാവ് ജംഗ്ഷൻ, ഇപ്പോൾ ലുലു ഒക്കെ വരുന്നുണ്ടല്ലോ, അതിന് കഴിഞ്ഞിട്ട് മാങ്കാവ് ജംഗ്ഷൻ വരുന്നത്, അവിടുന്ന് ലെഫ്റ്റിലേക്ക്, അതായത് പന്തീരാങ്കാവ് കിണാശ്ശേരിയൊക്കെ പോണ റോഡ് കയറിയിട്ട് പുഴയൊക്കെ എത്തുന്നതിന് മുമ്പ് ഒരു ജംഗ്ഷൻ പോലെ വരുന്നുണ്ട്, അവിടെയാണ് വലിയ മാങ്കാവ് എന്ന സ്ഥലം വരുന്നത്. അതിൻ്റെ മീ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്, ഫാഷൻ മാക്സ് എന്നൊക്കെ പറഞ്ഞ ടെക്സ്റ്റൈൽസ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കാണ്. റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഇതിൻ്റെ എല്ലാ റേറ്റും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സാധാ ടൈപ്പ് നോൺ വെജ് ഐറ്റംസുകൾ മാത്രമല്ല, നമ്മൾ സാധാരണ ഐറ്റംസുകൾ മാത്രമല്ല, അറേബ്യൻ സ്റ്റൈൽ ഫുഡുകളും ഉണ്ട്. മെയിനായിട്ട് നമ്മൾ അൽഫാം ഐറ്റംസുകൾ തന്നെ എല്ലാം ഉള്ളത്. പെപ്പർ അൽഫാമുണ്ട്, പിന്നെ മലായി ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.